ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളോട് എല്ലാവരും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി കുറച്ച് താമസിച്ചു വീഡിയോ എടുക്കാനായിട്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. വേറൊന്നുമല്ല, എൻ്റെ ചാനലിന് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതായത് 1000 സബ്സ്ക്രൈബേഴ്സ്. 1000 ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 1025 എന്തെങ്കിലും ആയി കാണുമായിരിക്കും. പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. പിന്നെ വീഡിയോ എടുക്കാൻ ലേറ്റ് ആയത് വേറൊന്നുമല്ല, എനിക്കിപ്പം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സിന് എണ്ണവും കുറയും. അതായത് ഇപ്പോൾ ഒരു 2 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിരിക്കും അത് കുറയുന്നത്. ആരൊക്കെയും അൺസബ്സ്ക്രൈബ് ചെയ്തും പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു 1000 ആയ ഉടനെ തന്നെ ഒരു വീഡിയോ ഇടണ്ട, കാരണം പെട്ടെന്ന് അത് പിന്നെയും പൊയ്ക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് കുറച്ചൊന്നാവട്ടെ എന്നിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിപ്പോയത്. ഞാനെൻ്റെ ചാനൽ തുടങ്ങിയത് ജൂണിലാണ്. അപ്പം ഒരു 5 മാസമായി ചാനൽ തുടങ്ങിയിട്ട്. അപ്പം തുടങ്ങിയ സമയത്താണെങ്കിലും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കിട്ടുമെന്നുള്ളത്. കാരണം അത്രയും ഫെയിമും അല്ല, പിന്നെ പതുക്കെ കയറത്തോളൂ എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ എൻ്റെ അമ്മയും, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടാനായിട്ടുള്ള മെയിൻ കാരണം അവർ തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. സബ്സ്ക്രൈബേഴ്സിനൊക്കെ എനിക്കിങ്ങനെ അറിയുന്നവരടുത്തൊക്കെ ചേട്ടൻ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ളത് ചോദിക്കുമായിരുന്നു. പിന്നെ പൊന്നൂസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടിരുന്നു. ആ ഷോർട്സ് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വെറുതെ ചുമ്മാ ഇരുന്ന എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് വെറുതെ എടുത്തൊരു ഷോർട്സ് ആയിരുന്നത്, വീഡിയോ ആയിരുന്നത്. അതെടുത്ത് ഷോർട്സ് ഇട്ടപ്പോൾ പെട്ടെന്ന് കയറി അത് വൈറലായി. അപ്പം അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. അപ്പം അങ്ങനെയാണ് എനിക്കിപ്പം ഇത്രയും 1K പെട്ടെന്ന് എത്തിയത്. കാരണം ചിലർ ചോദിക്കാം എങ്ങനെ ഇത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ്. ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞ് വരുന്നതുകൊണ്ടല്ല, ചിലർക്ക് ഒരു വിചാരമുണ്ട്, അതിപ്പം ആർക്കാണെങ്കിലും അങ്ങനെ ആണല്ലോ, ഞാനത് കാശ് കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിന് ഒപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ വ്യൂസ് ഒപ്പിക്കുന്നതാണ്, അങ്ങനത്തെ ഒരു ഇത് യൂട്യൂബിലുണ്ടെന്ന് എനിക്കും അറിയാം. പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമില്ല. അങ്ങനെ ടോക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര എക്സ്പ്ലനേഷൻ തന്നത്. എനിക്ക് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷേ പിന്നെയും തോന്നി പറഞ്ഞേക്കാം. കാരണം ഒന്നാമത്തെ കാര്യം, എന്നെപ്പോലെ ഇപ്പം തുടക്കക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു വീഡിയോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ ഒരു വീഡിയോ അതിട്ടതിന് ശേഷം പെട്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഷോർട്സിന് വ്യൂസ് കിട്ടിയൊരു വീഡിയോ അതാണ്. എനിക്ക് 3 lakh സംതിങ് വ്യൂസ് അതിനകത്ത് കിട്ടി. അതിൽ നിന്ന് തന്നെ എനിക്ക് 300 സംതിങ് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത്. അപ്പം നമ്മൾ മാക്സിമം വീഡിയോസ് ഇടുകയാണെങ്കിൽ, ഇതിപ്പോൾ യൂട്യൂബിൽ ഓരോരുത്തർ പറയുന്നത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതുവരെ കാശ് കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ മേടിച്ച പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മയാണെങ്കിലും ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ നമ്മൾ അങ്ങനെ ചെയ്യുക. ഒരു യൂട്യൂബ് തുടങ്ങിയാൽ മറ്റുള്ളവരെ അറിയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം ഇപ്പോൾ സ്റ്റാറ്റസിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അറിയാവുന്നവരുടെ അടുത്തൊന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇങ്ങനെ തന്നെയാണ് എൻ്റെ അമ്മയും ഹസ്ബൻഡും ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് അവരുടെ അടുത്ത് തന്നെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പലരും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കാശ് കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ മേടിക്കുന്നൊരിതുണ്ട് എന്നൊക്കെ. ഇതുവരെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമില്ല. ഓക്കെ, അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല കേട്ടോ, ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നി. കാരണം അവരത്രയും അപ്പോൾ അവർക്ക് അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല ഓരോരുത്തരത്ത് പോയി. പക്ഷേ എന്നിട്ട് അവരങ്ങനെ എനിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ, അവരോട് അങ്ങനെ സംസാരിച്ചപ്പോൾ അത് എനിക്കുള്ളിൽ കുറച്ച് ഫീലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടത്. പിന്നെന്താ, അപ്പം ഇങ്ങനെയാണ് എനിക്ക് വീഡിയോസ് കിട്ടുക. അപ്പം എന്നെപ്പോലുള്ള തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് വീഡിയോ ആണ് പെട്ടെന്ന് കയറി ക്ലിക്കാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു വീഡിയോ പെട്ടെന്ന് കയറി ക്ലിക്കായതും, അതുകൊണ്ട് ഏത് വീഡിയോ ആണ് നമുക്ക് പെട്ടെന്ന് റീച്ച് ആവുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും. എല്ലാവരും പറയുന്നൊരു പോയിൻറ്റ് സത്യം കേട്ടോ, ലോങ് വീഡിയോസിനേക്കാളും ഷോർട്സ് ഇടുമ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. അതെനിക്ക് അനുഭവമുണ്ട് ഇപ്പം. അതുകൊണ്ട് തന്നെ മാക്സിമം ഷോർട്സ് ഇടുക. പിന്നെ ഇപ്പം ഞാൻ ചെയ്തൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്സ് ഇട്ടിട്ട് ഒരു വ്യൂ വന്നാൽ പോലും, കാരണം ഇപ്പോൾ എനിക്ക് ചിലത് നല്ല വ്യൂസ് ഉണ്ട്, ചിലത് വ്യൂസ് ഇല്ല, അങ്ങനത്തെയൊക്കെ രീതിക്ക് നിൽക്കുക. അപ്പം ഇൻ കേസ് നമുക്ക് ഒരു വ്യൂ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ആ ഷോർട്സ് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഞാൻ ചെയ്യുന്നൊരു മണ്ടത്തരമായിരുന്നു അത്.
ഞാൻ ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഷോർട്സിന് ഇത്രയും നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് കയറി വ്യൂസ് കുറഞ്ഞു വരുന്ന സമയത്ത് അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ആ പരിപാടി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാനങ്ങനെ ചെയ്യത്തില്ല. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഇനി അങ്ങോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ദെൻ ബൈ.